എന്തായത്? നീ എവിടെ പോയിട്ട്? ഞാൻ വായനശാല വരെ പോയിച്ചാ. വായനശാല? ഈ വായനശാലയുടെ വാതൊക്കെ പോയി വായി നോക്കി ഇന്നാ പോരാ, എല്ലാവർക്കും എടുത്ത് വായിക്കണം. ഞാൻ നല്ല ഒന്നാം തരം നോവലൊക്കെ വായിക്കണല്ലോ, അറിയാവോ? എടാ ഈ അദ്ധാവുദ്ധ നോവൽ വായിച്ചോണ്ടൊന്നും ഒരു ജ്ഞാനവും കിട്ടത്തില്ല. നല്ല അടിപൊളി പുസ്തകങ്ങൾ തെരഞ്ഞെടുത്ത് അത് വേണം വായിക്കാൻ, അറിയോ? അടിപൊളി പുസ്തകങ്ങളാ. നിനക്കെന്ത് അതിനെ കുറിച്ച് അറിയാം? എനിക്കാ നിനക്കൊന്നും ഒരു പുസ്തകത്തെ കുറിച്ച് ഒരു ചുക്കും അറിയാൻ പാടില്ല. എടാ ഞാൻ നല്ല അടിപൊളി പുസ്തകങ്ങൾ തെരഞ്ഞെടുത്ത് തന്നെ ഇപ്പോഴും വായിക്കട്ടെ. നോക്കിയേ, ഇത്രയും വലിയ അടിപൊളി പുസ്തകം. അന്ന് ഞാൻ കാര്യം ചോദിക്കട്ടെ, പി കേശവദേവ് ഓടയിൽ നിന്ന് എഴുതാനുള്ള കാരണം എന്താ? പി കേശവദേവ് ഓടയിൽ നിന്ന് എഴുതാനുള്ള കാരണം ഒന്ന് പറഞ്ഞേ. അഹങ്കാരം. അഹങ്കാരോ? എടാ അങ്ങേർക്ക് വീട്ടിൽ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഓടെ പോയി നിന്നത്. എത്രയോ പേര് വീട്ടിലിരുന്നാണ്. അപ്പൊ അങ്ങനെ അഹങ്കാരക്കാരൻ അങ്ങനെ അവിടെ പോയി. എന്തായി പറയണ? അങ്ങനെയാണെങ്കിൽ അരനാഴിക നേരം പാറപ്പുറത്ത് എഴുതാനുള്ള കാരണം എന്താ? പാറപ്പുറത്ത് അരനാഴിക നേരം എഴുതാനുള്ള കാരണം നീ ഒന്ന് പറഞ്ഞേ. എടാ അതെ, വിവരമില്ലാത്തോണ്ടാണ്. വിവരമില്ലാത്തോണ്ട് നീ എന്താ ഈ പറയണത്? എടാ അയാൾക്കൊരു പേന എടുത്ത് ഒരു പേപ്പറും എടുത്ത് അങ്ങോട്ട് എന്തെങ്കിലും എഴുതാണ്ട് എഴുതിയാൽ പോരാ. ഈ പാറപ്പുറത്തൊക്കെ പോയിരുന്ന് എഴുതി കഴിഞ്ഞാൽ ഒരു മഴ പെയ്തൊടിച്ചാൽ അതൊക്കെ പോത്തില്ലേ? ഇവിടെ പാറപ്പുറം എന്ന് പറയുന്ന ഒരാളുടെ പേരറിയാവോ? അല്ല, പാറപ്പുറം എന്ന് പറയുന്ന ഒരാളുടെ പേരാണ്, എഴുത്തുകാരന്റെ. ആണോ? ഞാൻ വിചാരിച്ച് ഓരോ എഴുത്തുകാരുടെ പേര്. ആരാണ് ഇവർക്കൊക്കെ പേരിടുന്നത്? അല്ല, നീ ഏത് പുസ്തകം വായിക്കണ? കണ്ടിട്ട് നല്ല കനുണ്ടല്ലോ. ഈ പുസ്തകത്തിന്റെ കാര്യമൊന്നും പറയണ്ട. ഞാൻ ചെന്നപ്പോ ഈ പുസ്തകം എവിടെ ഇരിക്കാന്നറിയോ? ലൈബ്രറിയുടെ മേശപ്പുറത്തിരിക്കുക. ഞാൻ ഈ പുസ്തകം ചോദിച്ചപ്പോൾ അവന്മാർ പറയാം ഈ പുസ്തകം മാത്രം തരത്തില്ല, വേറെ ഏത് പുസ്തകം വേണം എടുത്തോളാം. അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് വായിച്ചായി. ഞാൻ അങ്ങനെ നോക്കുന്നത് അമ്മ അടിച്ചോട്ടെ ആരെങ്കിലും. അട്ടെ, എങ്ങനെയുണ്ട് പുസ്തകം? ഈ പുസ്തകം എടാ, ഈ പുസ്തകം മഹാഭാരതത്തെ രാമായണത്തെ വെട്ടും. നീ കണ്ടു? 10,000-കണക്കിന് കഥാപാത്രങ്ങളും ഇന്ത്യയിലെ കംപ്ലീറ്റ് സ്ഥലങ്ങളുടെ ഡീറ്റെയിൽ ഇതിനകത്തുണ്ട്. എല്ലാ സംഭവം 10,000-കണക്കിന് കഥാപാത്രങ്ങളും ഇന്ത്യയിലെ സകല സ്ഥലത്തെ കുറിച്ച് ഇതിനകത്ത് പറഞ്ഞു. നിനക്ക് ഡൗട്ടാണ്. നോക്ക്, കണ്ണു തുറന്നു. അയ്യോ എടത് ടെലിഫോൺ ഡയറക്ടറി അല്ലേ? ടെലിഫോൺ ഡയറക്ടറി. എന്തായി വായിച്ചു കൂട്ടിയത്? ഇന്ത്യയിലെ സകല ആൾക്കാരുടെ പേരും ഫോൺ നമ്പറും അഡ്രസ്സും ഒക്കെ അല്ലേ ഇത്ര നേരം വായിച്ചു കൂട്ടിയത്? മനസ്സിലായോ? ഇതാണ് ടെലിഫോൺ ഡയറക്ടറി. ഇതാണ് ടെലിഫോൺ ഡയറക്ടറി. ഈ ടെലിഫോൺ ഡിപ്പാർട്ട്മെന്റുകാരെ കൊണ്ട് ഞാൻ തോറ്റി. ദൈവമേ, കാലത്ത് ഈ പൂത്തും തുറന്നു വെച്ചിരുന്നല്ല, ഇതുവരെയാണെങ്കിൽ ആരും കയറി വന്നുമില്ല. ഇനി ഞാനിതെന്താ ചെയ്യും? അതെ വന്നിട്ടല്ല. ലോക്കൽ ചെയ്തോ. ഹലോ, ജബട്ടിയാണ്. ഇത് കാണാനില്ല ജയറാമേട്ടാ. കണ്ടു നല്ല പടമാണ്. സർക്കാർ ദാദാ അടിപൊളി പടം. ഞാൻ കണ്ടാണ്. ബ്ലാക്കർത്ത കയറിയിട്ട ഞാൻ പേർന്നും കൊണ്ട് തന്നില്ലാരും. പിന്നെ സുരേഷ് ഗോപി ചേട്ടൻ വിളിച്ചായിരുന്നു എന്നെ. മദ്രാസിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ജയറാമേട്ട എറണാകുളത്തെ കളപ്പോൾ ഒന്ന് വീട്ടിലേക്ക് പോവാ. നല്ല ഉഗ്ര നല്ല കറിയൊക്കെ വെച്ച് ഭക്ഷണമൊക്കെ ഞാൻ അടിച്ചു വിളിച്ചാൽ പോവാം. വരുമോ? ഓക്കെ ശരി, താങ്ക് യു. എത്ര? ചേട്ടാ വേണ്ട പൈസ. പൈസ വേണ്ട ചേട്ടാ. പൈസ പറയൂ കലക്കല്ലേ. എത്ര? എന്റെ പൊന്നിയേട്ടാ പൈസ വേണ്ട. എത്ര ഇന്നലെ സമാധാനത്തിന് എത്ര റേറ്റ് ആയി എന്നോട് പറയൂ. വെറുതെ 4 രൂപ 50 പൈസ ആയിട്ടുള്ളൂ. പൈസ വേണ്ട. 4 രൂപ 50 പൈസ വേണ്ട. വേണ്ട. അതെ ചേട്ടാ പോലെ. ചേട്ടൻ ഏത് സിനിമയിലാണ് അഭിനയിച്ചതെന്ന് പറയാമോ? അതൊക്കെ പറയാനുണ്ടെങ്കിൽ കുറെ പറയാനുണ്ട് മോനെ. മെയിനായിട്ട് ഒരു സിനിമയാണ് മറ്റേ മോഹൻലാലിന്റെ ബാലേട്ടൻ എന്നുള്ള സിനിമ. ബാലേട്ടനിൽ മോഹൻലാലിന്റെ പട്ടി അങ്ങനെ ഓടിച്ചിട്ട് പോണ സീനല്ലേ? ഓടണം. അപ്പൊ ഒരാളാ മൂലക്ക് പോയിട്ട് പൈപ്പിൽ വെള്ളം കുടിക്കല്ലേ? പൈപ്പിൽ വെള്ളം. അതിന്റെ തൊട്ടപ്പുറത്ത് ഞാൻ തിങ്ങനെ ഇപ്പുണ്ട്. ഷൂട്ടിങ് കാണാൻ നിൽപ്പുണ്ട്. അത് പടവത്തിൽ ഞാൻ ഇല്ലായിരുന്നു കാണാൻ വേണ്ടി വെച്ചാൽ. എന്റെ പൊന്നിയേട്ടാ, പിന്നെ ഈ ഇത്രയും പേരെ എവിടെ ഇങ്ങനെ ചേട്ടൻ വിളിച്ചു? ഇവരുടെ ഫോൺ നമ്പറൊക്കെ ഇവിടെ കിട്ടി? അത് ചിത്രഭൂമി. ഞാൻ സിനിമാ വാങ്ങലൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ തനിക്ക് എനിക്ക് എല്ലാവരെയും കിട്ടി പറഞ്ഞ നമ്പറൊക്കെ. അത് ശരി. അപ്പൊ 35 രൂപ വെച്ചിട്ട് പോയിക്കോ. 35 രൂപ? 35 രൂപ. നേരത്തെ 4 രൂപ 50 പൈസ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 35 രൂപ ഇത്ര പെട്ടെന്ന് എങ്ങനെ കയറി? എനിക്ക് മനസ്സിലാവില്ല. നീ നേരത്തെ സംസാരിച്ചോണ്ടിരുന്ന ഇവിടെ. അപ്പൊ ഇവിടെ ഒരുത്തനെ STD വിളിക്കാൻ വന്നിട്ട് അവന് വിളിക്കാൻ പറ്റാതെ തിരിച്ചു പോയി. വിളിക്കാൻ പറ്റാതെ തിരിച്ചു പോയാ? അവന്റെ പൈസ കൂടി നീ തന്നെ. ദൈവമേ, IST വിളിക്കാൻ പറഞ്ഞ ഭാഗ്യം. നീ എന്നെ കൊന്നേനെ. നീ പൈസ പൈസ തരാൻ പറ്റില്ല. ദൈവമേ, ഇത് ഞാൻ തുറന്നു വെച്ചോണ്ടിരിക്കണ വെറുതെ എന്നാ തോന്നുന്നത്. ഓരോന്ന കാലത്തെ വന്ന് ചേട്ടാ ഒന്ന് ഫോൺ ചെയ്യണമായിരുന്നല്ലോ. ചെയ്തോട്ടെ, ഇപ്പൊ ചെയ്യാൻ പോണ. ഹലോ, ഇങ്ങോട്ടൊന്നും പറയണ്ട, അങ്ങോട്ട് പറഞ്ഞങ്ങ് കേട്ടാ മതി. തങ്കപ്പഞ്ചേട്ടൻ മരിച്ചു. വന്നാലും വന്നില്ലെങ്കിലും 6:30 ശവം കൊടുക്കും. ഓക്കെ, താങ്ക് യു. എത്രയായി? ബില്ലല്ലേ അടിച്ചില്ലല്ലേട്ടാ? എന്തോ ബില്ലൊന്നും അടിച്ചില്ലെന്ന്? അടിച്ചില്ലേ? ചിലപ്പോ മരിച്ചറിയിച്ചുകൊണ്ടായിരിക്കും. ഓക്കെ, ഞാനിത് എന്ത് സാധനം? അതെ വിളിച്ചു. താങ്കൾ വിളിച്ച നമ്പർ ഇപ്പോൾ നിലവിലില്ല. ഒരു പെണ്ണ് സംസാരിച്ചിട്ട് എനിക്കിട്ട് ഊതുന്നല്ലോ ചേട്ടാ. അവളെ ഊതണ്ടായിരുന്നു. അതല്ലേട്ടാ
എടാ അവൾ എനിക്കിട്ട് ഊതണ്ട കാര്യം എന്താന്ന് പറ. ചേട്ടാ അതല്ല ഞാൻ പറഞ്ഞത്. എടാ, ഞാൻ കുറെ ബൂത്തിൽ കയറി ഫോൺ ചെയ്തിട്ടുള്ളതാണ്. എനിക്കിട്ട് ഊതണ്ട കാര്യം എന്താ? അതല്ല ചേട്ടാ ഞാൻ വേണ്ട, വേണ്ട. എനിക്കറിയാം. താങ്കൾ വിളിച്ച നമ്പർ ഇപ്പോൾ നിലവിലില്ല. നീ തങ്കപ്പന്റെ കൊടു. നിന്നോട് എനിക്ക് സംസാരിക്കാൻ തങ്കപ്പന്റെ കൊടുക്കാൻ പറഞ്ഞ അവളിട്ട് ഊതണം. എന്റെ പൊന്നി അവളിട്ട് ഊതണ്ട കാര്യം എന്താന്ന് പറയാം. അതല്ല ചേട്ടാ വേണ്ട വേണ്ട. എടാ ഒരുപാട് ബൂത്ത് ഞാൻ കയറി ഇറങ്ങിയിട്ടുള്ള, പക്ഷെ അവളിട്ട് ഊതണ്ട കാര്യം എന്താണ്? അതല്ല ചേട്ടാ ഞാൻ വേണ്ട വേണ്ട വേണ്ട. നീ എന്നോട് സംസാരിക്കണ്ട. എടാ കുറെ ബൂത്തി കയറുന്നു. ദിസ് നമ്പർ ഔട്ട് ഓഫ് നീ തങ്കപ്പന്റെ കൊടു. നിന്നോട് എനിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞില്ലേ? തങ്കപ്പന്റെ കൊടു. അവൾ പിന്നെ ഊതണം. എന്റെ പൊന്നി അവൾ ഊതണ്ട കാര്യം എന്താന്ന് പറയുന്നത്? ഞാൻ പറയണ ചേട്ടാ ഞാൻ അതെ ചേട്ടാ ചേട്ടാ BSNL പുതിയ നിയമമാണ് 2 ചേർത്ത് വിളിക്കണം. 2 2 2 2 2. അങ്ങനെ പറ. 2 2 2 ചേർത്ത് വിളിക്കണേ. അത് പറയണ്ടേ? ആ വിരലൊടിഞ്ഞു. പിന്നെ എങ്ങനെ വന്ന് വിളിക്കാം വെച്ചിട്ട് ഓക്കെ സന്തോഷമായി. അതിന്റെ സ്വിച്ചും കേടാക്കിയ വന്നിട്ടല്ല അടുത്ത് എന്ത് സാധനം This number is not available. ആ പണ്ടാരോയി എറണാകുളത്തേക്ക് വിളിച്ചപ്പോൾ അമേരിക്കയിലാണ് കിട്ടിയത്. ഒരു മാതാമ സംസാരിക്കണത്. ഞാൻ നമ്പറൊക്കെ നോക്കി ഇങ്ങോട്ടൊക്കെ വിളിക്കും. നമ്പർ കറക്റ്റ് ആയിരുന്നല്ലേ, പിന്നെന്താ അങ്ങനെ സംഭവം? This number is not available. മലയാളത്തിൽ പറയടി. ഈ നമ്പർ നിലവിലില്ല. അപ്പൊ പേടിയുണ്ട്. അതെ മോളെ കട്ട് ചെയ്തോളൂ. ആ നമ്പർ ഒന്ന് മേടിക്കാല്ലോ. നമ്പറൊക്കെ നോക്കി ഇങ്ങോട്ടൊക്കെ വിളിക്ക്. എടാ ഞാൻ നമ്പർ കറക്റ്റ് ചെയ്തിട്ട് വിളിച്ചത്. ഒന്നും കൂടി വിളിച്ചു ആ കിട്ടണുണ്ട്. ആ ഹലോ ഹലോ. ആ തങ്കപ്പച്ചനല്ലോ. രാജപ്പഞ്ഞേരനാ. ഓ എന്റെ ആയിപ്പഞ്ഞ. പിന്നെ എവിടെ ഉണ്ട്? സുഖമാണോ? ഞാൻ പിന്നെ ഭയങ്കര സുഖം. പക്ഷെ കൈ ഒടിഞ്ഞില്ല, വിരലൊടിഞ്ഞിരിക്കും. വരലൊടിഞ്ഞ സെല്ലിലാണ് സംസാരിക്കണ. ഞാൻ സെല്ലി കിടന്ന് വരും. ഇവനെങ്ങനെ അറിഞ്ഞു? സെല്ലിനൊക്കെ ഇറങ്ങിയിട്ട് എത്ര ദിവസമായി? സെല്ലിൽ ഇറങ്ങിയത് ഇവൻ എന്തൊക്കെയാ പറയണത്? അതെ അത്യാവശ്യം ഒന്ന് കാണും. ഇപ്പൊ എന്താ ചെയ്യണത്? അത്യാവശ്യം നീ തിരിഞ്ഞു നോക്കിയാ പോലെ. തിരിഞ്ഞു നോക്കിയാ എവിടെ തിരിഞ്ഞു നോക്കാൻ? നീ തൊട്ട് പറ്റി തിരിഞ്ഞു നോക്കും. രോഗിനെ കാണാൻ വരുമ്പോ ഇത് ആരുടെ ഇത്? ഒറ്റ അടിയാ സംസാരിക്കണം. വെറുതെ എന്റെ പൈസ കളഞ്ഞിട്ട് എടാ BSNL പുതിയ നിയമമുണ്ട്. എന്ത്? 2 ചേർത്ത് വിളിക്കണം. അതെനിക്കറിയാം. 2 ചേർത്ത് വിളിക്കണമെന്ന്. വിരലൊടി. ഒന്നുകൂടെ വിളിക്കാം. ഹലോ ഇപ്പൊ ഒരു പെണ്ണ് സംസാരിക്കും. അതെ ഒരു പെണ്ണ് സംസാരിക്കണ്ട്. അവൾ ഇപ്പൊ ഊതും. അതെ ഊതണ്. എനിക്കിട്ട് ഊതി. പിന്നെ അല്ല നിനക്കിട്ട് ഊടാതിരിക്കണം. ഞാൻ വരുമ്പോ ചെയ്യൂടെ. ഒറ്റ ചവിട്ടാന്ന് തിരുവനന്തപുരത്ത് പോയി കിടക്കാം. ഞാൻ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീ എന്നെ പയ്യെ ചവിട്ടിയാ മതി. അതെന്താ? എനിക്ക് ആലപ്പുഴ വരെ പോയാ. അവരാരുണ്ട്? അവിടെ എന്റെ അമ്മാവന്റെ വീടല്ലേ. അത് ശരി. ഒന്നുകൂടെ വിളിച്ചേക്കട്ടെ. ഒന്നുകൂടെ വിളിച്ചോ. ഇയാളെ ഞാൻ എനിക്ക് സൈക്കിളിൽ പിടിക്കണില്ല എനിക്ക്. ആ അവനാണ് പ്രശ്നക്കാരനാ. ഇപ്പൊ ഒരു പെണ്ണ് സംസാരിക്കും. ദേ പിന്നെ സംസാരിക്കണത്. സംസാരിക്കും. അവൾ ഇനി ഊതും. ദേ പിന്നെ ഊതണ്. പിന്നെ എനിക്കിട്ട് ഊതി. ഞാൻ പറഞ്ഞില്ലേ എന്ത്? എനിക്കിട്ട് അവൾ ഊതിയെന്ന്. എടോ BSNL പുതിയ നിയമം ഉണ്ടോ? 2 ചേർത്ത് വിളിക്കണം. എടോ ഒരു 2 ചേർക്കാൻ ഏത് പൊട്ടനും അറിയാം. ഒരു 2 ഇവിടെ 22 2 ചേർത്തിട്ട് കിട്ടിയില്ല. പിന്നെ അല്ല ഈ ഒരു 2.